ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. 2024 ഏപ്രിൽ 2-ാം തീയതിയാണ് ഞാൻ കാശ്മീരിൽ എത്തിയത്. കാശ്മീരിൻ്റെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ലൊക്കേഷൻസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാമിലെ അതിസുന്ദരമായ മഞ്ഞുപുതച്ച ചന്ദൻവാടി, ഐസ് സ്കേറ്റിങ്ങും സ്ലെഡ്ജും മറ്റുമുള്ള സോൻമാർഗ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും നീളമേറിയതുമായിട്ടുള്ള ഗുൽമാർഗ് ഗൊണ്ടോള, മഞ്ഞ പരവതാനി എന്ന് തോന്നിപ്പിക്കുന്ന കടുകുപാടങ്ങൾ, വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്ന തുളിപ് ഗാർഡൻ, ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന ദാൽ തടാകം, ഇവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ശ്രീനഗർ എത്താറാകുമ്പോഴേക്കും മഞ്ഞു പുതച്ച ഹിമാലയ സാനുക്കൾ ദൃശ്യമായി തുടങ്ങും. മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞ ഗിരിനിരകൾക്ക് മുകളിലൂടെയാകും പിന്നീടുള്ള യാത്ര. മലനിരകൾ ആകെ മഞ്ഞിൻ്റെ കട്ടിപ്പുതപ്പ് പുതച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. കാശ്മീരിലെ വിൻ്റർ അവസാനിച്ച് തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മലനിരകളിലെ മഞ്ഞുപുതപ്പ് ഉരുകി തീർന്നിട്ടില്ല. കാശ്മീർ സന്ദർശിക്കുവാൻ പറ്റിയ സമയം എൻ്റെ അഭിപ്രായത്തിൽ മാർച്ച് 15 മുതൽ ഏപ്രിൽ അവസാനം വരെയാണ്. ആവശ്യത്തിന് ഈ സമയത്ത് സന്ദർശകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ മഞ്ഞുണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ അതികഠിനമായ വിൻ്ററിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുകയുമില്ല. മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ആകാശക്കാഴ്ച മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ കാശ്മീർ വാലിയുടെ മുകളിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ്. ഈ സംസ്ഥാനത്തിന് 2 തലസ്ഥാനങ്ങളാണ് ഉള്ളത്. സമ്മർ സമയത്ത് ശ്രീനഗറും വിൻ്റർ സമയത്ത് ജമ്മുവും. 2 തലസ്ഥാനങ്ങളുള്ള ഏക സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഹിമാലയ സാനുക്കളുടെ മടിത്തട്ടിൽ പരന്നു കിടക്കുന്ന ഒരു സമതലമാണ് കാശ്മീർ വാലി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഈ കാശ്മീർ സ്ഥിതി ചെയ്യുന്നത്. കടുകുപാടങ്ങൾ പൂത്തിട്ടുണ്ട്. മഞ്ഞ നിറത്തിൽ താഴെ കാണുന്നത് കടുകുപാടങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളിൽ നിന്നും ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റുകൾ ഉണ്ട് എങ്കിൽ പോലും വലിയൊരു എയർപോർട്ടാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. 120 മേൽ ഫ്ലൈറ്റുകൾ നിത്യേന ഓപ്പറേറ്റ് ചെയ്യുന്ന ശ്രീനഗർ എയർപോർട്ടിൽ 20,000 മേൽ യാത്രക്കാർ നിത്യവും എത്താറുണ്ട്. എന്നാൽ ഇത്രത്തോളം സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുവാൻ പാകത്തിന് കാശ്മീരിലെ ഫെസിലിറ്റീസ് വളർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നല്ല നിലവാരം പുലർത്തുന്ന ഹോട്ടലുകളും യാത്രാ സൗകര്യങ്ങളും മറ്റും ഉണ്ടെങ്കിൽ പോലും സന്ദർശകരുടെ ബാഹുല്യം കാരണം ഹോട്ടലുകളും വാഹനങ്ങളും മറ്റും ലഭിക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് താമസവും ടൂർ പാക്കേജും മുമ്പേ കൂട്ടി ഒരുക്കിയതിന് ശേഷം കാശ്മീരിലേക്ക് വരുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക. ശ്രീനഗറിനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രാഥമിക റോഡുകൾ പൊതുവെ നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില സ്ട്രെച്ചുകൾ ഇടുങ്ങിയതും വളവുകളുള്ളതുമാണ്. കാശ്മീർ ഹോളിഡേ റിസോർട്ട് എന്ന സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഹോട്ടലിലാണ് ആദ്യ ദിവസം താമസിച്ചത്. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും വളരെ തൃപ്തികരമായിരുന്നു. കാശ്മീരിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലേക്ക് അടുത്ത ദിവസം ശ്രീനഗറിൽ നിന്നും യാത്ര തിരിച്ചു. ഏകദേശം 80 കിലോമീറ്റർ ദൂരമാണ് പഹൽഗാമിലേക്ക്. മഞ്ഞ പരവതാനി എന്ന് തോന്നിപ്പിക്കുന്ന കടുകുപാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര അതിമനോഹരമായ ഒന്നാണ്. യാത്രയിലുടനീളം പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. മനോഹരമായ നദികൾ, പുൽമേടുകൾ, മഞ്ഞു പുതച്ച പർവ്വതങ്ങൾ, ഒഴുകിയിറങ്ങിയ മഞ്ഞുപാളികൾ, ഇവയെ തഴുകിക്കൊണ്ടുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. പഹൽഗാമിലെ പ്രധാന സ്ഥലങ്ങൾ ചുരുക്കത്തിൽ ABC എന്നാണ് അറിയപ്പെടുന്നത്. A എന്നാൽ ആറു വാലി, B എന്നാൽ ബീറ്റാബ് വാലി, C എന്നാൽ ചന്ദൻവാരി. ഇതിൽ പ്രധാനപ്പെട്ടത് ചന്ദൻവാരിയാണ്. വർഷം തോറും നടന്നുവരുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം ചന്ദൻവാരിയിൽ നിന്നാണ്. മാക്സിമം 7 സീറ്റുള്ള വാഹനങ്ങൾ മാത്രമേ ചന്ദൻവാരിയിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. റോഡുകൾ ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ പോലും വാഹനങ്ങളുടെ ബാഹുല്യവും അപ്രതീക്ഷിതമായ മഞ്ഞുവീഴ്ചയും മറ്റും കാരണം 4 മുതൽ 5 മണിക്കൂർ വരെ ശ്രീനഗറിൽ നിന്നും
ചന്ദൻബാരി വരെയുള്ള യാത്രയ്ക്ക് വേണ്ടിവരും. സന്ദർശകർക്ക് ഓവർകോട്ടും ഗൺബൂട്ടും നിർബന്ധമാണ്. ഇവ വാടകയ്ക്ക് കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. പഹൽഗാമിലെ മനോഹരമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദൻബാരി പ്രകൃതി സൗന്ദര്യത്തെ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞ മലനിരകൾ ചുറ്റുപാടുകളുടെ ശാന്തത വർദ്ധിപ്പിച്ചുകൊണ്ട് ശാന്തമായ ചന്ദൻ നദി താഴ്വാരത്തിലൂടെ വളഞ്ഞു പുഴഞ്ഞൊഴുകുന്നു. ഇവയെല്ലാം ചന്ദൻബാരിയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. അപ്രതീക്ഷിതമായ മഞ്ഞുവീഴ്ച ചന്ദൻബാരിയുടെ ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചന്ദൻബാരിയിൽ സന്ദർശിക്കുമ്പോൾ ഒരു കുട കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ചന്ദൻബാരി ശാന്തതയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒരു സങ്കേതമാണ്. അവിടെ ഓരോ മൂലയും പ്രകൃതി മാതാവിൻ്റെ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിൻ്റെ തെളിവാണ്. മഞ്ഞു പുതച്ച പർവ്വതങ്ങളുടെ ശാന്തമായ ആലിംഗനത്തിൽ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ചന്ദൻബാരി. ചന്ദൻബാരിയിലെ മഞ്ഞുവീഴ്ച പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അപൂർവ കാഴ്ചയാണ്. മഞ്ഞുവീഴ്ചയോടൊപ്പം എപ്പോഴും ഇവിടെ ഒരു മൗനം നിറഞ്ഞ സൗന്ദര്യവും അനുഭവപ്പെടുന്നു. മഞ്ഞിൻ്റെ കാഴ്ചയും അതിൻ്റെ തണുപ്പും സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവം നൽകുന്നു. അന്നത്തെ താമസം പഹൽഗാമിലെ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് സോണമാർഗിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 160 കിലോമീറ്റർ ദൂരമാണ് പഹൽഗാമിൽ നിന്നും സോണമാർഗിലേക്കുള്ളത്. ജമ്മു കാശ്മീരിൻ്റെ ഗന്ധർവ നാട് എന്നാണ് സോണമാർഗിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സോണമാർഗ്. സോണമാർഗ് എന്നത് സ്വർണ്ണ മേഖല എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഹിമാലയൻ മലനിരകളിൽ നിന്നൊഴുകുന്ന നദികളുടെയും മഞ്ഞുമലകളുടെയും പശ്ചാത്തലത്തിൽ ഈ സ്ഥലത്തിൻ്റെ നൈസർഗിക സൗന്ദര്യം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും. സോണമാർഗിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ലിദ്ദർ നദിയുടെ തീരത്തുകൂടിയാണ്. ഹിമാലയത്തിലെ മഞ്ഞ് പാളികളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ നദി സമാധാനത്തിൻ്റെ പ്രതീകമാണ്. നദിയുടെ കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു സമാധാനം നമുക്ക് അനുഭവപ്പെടും. വഴിയിൽ ധാരാളം ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണല്ല. എല്ലാ മരങ്ങളും പ്രൂൺ ചെയ്ത് അടുത്ത വിളവെടുപ്പിനായി തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണാം. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ നവംബർ വരെയാണ് ആപ്പിളിൻ്റെ വിളവെടുപ്പ് സീസൺ. ആ സമയത്ത് ഈ മരങ്ങളെല്ലാം ആപ്പിൾ കൊണ്ട് നിറഞ്ഞിരിക്കും. സോണമാർഗിലേക്കുള്ള യാത്രയ്ക്ക് മധ്യേ സിന്ധു നദിയുടെ തീരങ്ങൾ കാണുവാൻ കഴിയും. ഈ നദി ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകി വരുന്നതുകൊണ്ട് അതിൻ്റെ വെള്ളം അതീവ ശുദ്ധമാണ്. സിന്ധു നദിയുടെ തീരങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അതിൻ്റെ കുളിർ നീരുകൊണ്ട് മനുഷ്യന് വലിയ മനസ്സമാധാനം തന്നെ ലഭിക്കും. സിന്ധു നദിയുടെ ഒഴുക്ക് കാണുമ്പോൾ പ്രകൃതിയുടെ ശക്തിയും സമാധാനവും ഒരുപോലെ അനുഭവപ്പെടും. സന്ദർശകർ സിന്ധു നദിയിലെ ചെറിയ ഉരുളൻ കല്ലുകൾ സുവനീറായി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. സിന്ധു നദി കാശ്മീരിലെ ജനജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഈ നദി വളരെ പ്രധാനമാണ്. സിന്ധു നദി ഇതുകൊണ്ട് മാത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നത്. ചരിത്രപരമായും സാംസ്കാരികമായും വളരെ പ്രാധാന്യമുള്ളതാണ് സിന്ധു നദി. സിന്ധു നദീതട സംസ്കാരം ലോകത്തെ ആദ്യകാല സിവിലൈസേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പഹൽഗാമിൽ നിന്ന് സോണമാർഗിലേക്കുള്ള ഈ യാത്ര ഹിമാലയൻ പർവ്വതനിരകളുടെ മായാജാലവും നദികളുടെ ശുദ്ധിയും അനുഭവിക്കാനുള്ള ഒരു അതുല്യമായ അവസരമാണ്. ഈ യാത്ര പ്രകൃതിയുടെ വിശാലതയും സൗന്ദര്യവും മറക്കാനാവാത്ത ഓർമ്മകളായി മനസ്സിൽ സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. സോണമാർഗിലെ സ്വർണ്ണ സൗന്ദര്യം അനുഭവിക്കുന്നതിൻ്റെ ആവേശം ഓരോ സഞ്ചാരിക്കും ഒരു ജീവിതാനുഭവമാകും. സോണമാർഗിലേക്കുള്ള യാത്രയിൽ കാണുന്ന ഹിമാലയൻ പർവ്വതനിരകൾ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇവയുടെ ഉയരവും വിശാലതയും സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നു. ഈ പർവ്വതങ്ങൾ നീല ആകാശത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ അനന്തമായ സൗന്ദര്യം എല്ലാവരെയും ഒരേപോലെ ആകർഷിക്കും. മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ ഉയരത്തിൽ നിന്ന്
താഴേക്കുള്ള കാഴ്ചകൾ മനോഹരവും വിസ്മയം ജനിപ്പിക്കുന്നതുമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ റോഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മിക്കയിടവും കുണ്ടും കുഴികളും നിറഞ്ഞതാണ്. 2 വണ്ടികൾക്ക് വളരെ പ്രയാസപ്പെട്ട് മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. റോഡിൻ്റെ ഇരുവശവും മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നുമുണ്ട്. കാശ്മീരിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും തീർച്ചയായും റോഡ് സൗകര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യാത്രയിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള റോഡുകളുടെയും ബ്രിഡ്ജുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ കാണുവാൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ കാശ്മീർ പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. പഹൽഗാം സോനാമാർഗ് യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശവും മഞ്ഞ് മൂടിക്കിടക്കുന്നു. സോനാമാർഗ് കാശ്മീരിൻ്റെ ഗന്ധർവനാട് എന്നാണ് അറിയപ്പെടുന്നത്. വെളുത്ത മഞ്ഞ് എല്ലാവിടെയും പരന്നു കിടക്കുന്നു. ഒരു വെളുത്ത പാടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പ്രതീതിയാണ് നമ്മൾക്ക് അവിടെ അനുഭവപ്പെടുക. സോനാമാർഗിന് സ്നോ ട്രെക്കിങ്ങിനും സ്കീയിങ്ങിനും സ്നോ ബോർഡിങ്ങും വളരെ പ്രസിദ്ധമാണ്. സന്ദർശകരെ കയറ്റിയിരുത്തി വലിച്ചു കൊണ്ടുപോകുന്ന സ്ലെഡ്ജുകളും ധാരാളം അവിടെ കാണാൻ സാധിക്കും. മഞ്ഞ് മൂടിക്കിടക്കുന്ന സോനാമാർഗിലെ അനുഭവങ്ങൾ ഓരോ സന്ദർശകൻ്റെയും മനസ്സിൻ്റെ ചെപ്പിൽ എന്നെന്നും മായാതെ കിടക്കുന്ന ഒരു മനോഹരമായ ഓർമ്മയായി നിലനിൽക്കും എന്നതിൽ ഒട്ടും സംശയമില്ല. അടുത്ത ദിവസത്തെ യാത്ര ഗുൽമാർഗിലേക്കാണ്. ജമ്മു കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഗുൽമാർഗ്. ഇന്ത്യയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനോഹര പ്രദേശമാണ് ഗുൽമാർഗ്. പുഷ്പങ്ങളുടെ താഴ്വര എന്നർത്ഥം വരുന്ന ഗുൽമാർഗ് തൻ്റെ പ്രകൃതി സൗന്ദര്യം, മഞ്ഞുമലകൾ, പുൽമൈതാനങ്ങൾ എന്നിവ കൊണ്ട് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഗുൽമാർഗിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഗൊണ്ടോള. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ദൈർഘ്യമേറിയതുമായ കേബിൾ കാർ സിസ്റ്റങ്ങളിലൊന്നാണിത്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗൊണ്ടോള സിസ്റ്റം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 2 ഘട്ടങ്ങളാണ് ഈ കേബിൾ കാർ യാത്രയ്ക്കുള്ളത്. ആദ്യഘട്ടം ഗുൽമാർഗിൽ നിന്ന് 2600 മീറ്റർ ഉയരത്തിലുള്ള കോങ്ഡോറി വരെ എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ സഞ്ചാരികൾക്ക് ഗുൽമാർഗിൻ്റെ ഹരിതാപമായ പുൽമൈതാനങ്ങളും അതിൻ്റെ പരിസര പ്രകൃതി സൗന്ദര്യങ്ങളും ആസ്വദിക്കുവാൻ കഴിയും. 2ാം ഘട്ടം കോങ്ഡോറിയിൽ നിന്ന് 3980 മീറ്റർ ഉയരത്തിലുള്ള അഫർവാത്ത് വരെ എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ സഞ്ചാരികൾക്ക് മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ, ഹിമസാനുക്കൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ കഴിയും. ഗുൽമാർഗ് ഗൊണ്ടോള വിനോദസഞ്ചാരികൾക്കും സ്കീയിങ് ആഗ്രഹിക്കുന്നവർക്കും ഒരു സ്വർഗമാണ്. ശീതകാലത്ത് മഞ്ഞുവീഴ്ചയെ തുടർന്ന് സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഇവിടെ മികച്ച അവസരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാശ്മീരിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പൂത്തു നിൽക്കുന്ന കടുകുപാടങ്ങൾ. പ്രകൃതിയുടെ മനോഹാരിതയുടെ ഒരു അതുല്യമായ ഉദാഹരണമാണ് കടുകുപാടങ്ങൾ. മഞ്ഞ നിറത്തിലുള്ള കടുക് പുഷ്പങ്ങൾ മനോഹരമായി പാടങ്ങൾ ഉടനീളം വിരിഞ്ഞു നിൽക്കുമ്പോൾ അവ സൂര്യപ്രകാശത്തിൽ മിന്നുന്നു. ഈ കാഴ്ചകൾ സഞ്ചാരികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു അപൂർവ അനുഭവമാണ്. ഗുൽമാർഗിലെ തുലിപ് ഗാർഡൻ പ്രകൃതി രമണീയതയുടെ ഒരു വിസ്മയമാണ്. ഗുൽമാർഗിലെ ഏറ്റവും ആകർഷകമായൊരു ദൃശ്യം തന്നെയാണ് വസന്തകാലത്ത് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തുലിപ് ഗാർഡൻ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുളിപ്പുകൾ പൂത്തുലയുമ്പോൾ ഗുൽമാർഗ് ഒരു സ്വർഗമായി മാറുന്നു. ഗുൽമാർഗിലെ തുലിപ് തോട്ടം സ്ഥാപിച്ചത് 2007 ലോകത്തിലെ 2ാമത്തെ വലിയ തുലിപ് ഗാർഡനാണ് ഈ സ്ഥലം. 1.5 ഹെക്ടർ വിസ്തീർണത്തിൽ പരന്നിരിക്കുന്നു ഈ ഗാർഡൻ. വിവിധ നിറങ്ങളിലായി 100 കണക്കിന് തുളിപ്പുകൾ ഇവിടെ വിരിയുന്നുണ്ട്. കാശ്മീരിലെ ലാൻഡ്സ്കേപ്പ് വ്യത്യസ്തമാക്കുന്നതിൽ ഈ തോട്ടം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി പരമാവധി 30 മുതൽ 40 ദിവസം വരെയാണ് ഈ ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു കൊടുക്കാറുള്ളത്. കാശ്മീരിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കാശ്മീരിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന ദാൽ തടാകം.
പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാംസ്കാരിക പ്രാധാന്യത്തിൻ്റെയും പ്രതീകമാണ് ഈ തടാകം. വിനോദസഞ്ചാരികളെയും പ്രാദേശിക ജനങ്ങളെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒന്നാണ് ദാൽ തടാകം. ദാൽ തടാകത്തിൻ്റെ വിസ്തൃതി ഏകദേശം 18 ചതുരശ്ര കിലോമീറ്ററാണ്. തടാകത്തിൻ്റെ തെളിമയും പ്രശാന്തതയും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചുറ്റുമുള്ള ഹിമാലയ പർവ്വതങ്ങളുമായി സഹവർത്തിത്വം പുലർത്തി നിൽക്കുന്ന ഈ തടാകം ഒരു ദൃശ്യവിസ്മയം സൃഷ്ടിക്കുന്നു. ദാൽ തടാകത്തിൻ്റെ പ്രധാന ആകർഷണം അതിനു ചുറ്റിനുമുള്ള ഹൗസ് ബോട്ടുകളും പിന്നെ ഷിക്കാര എന്നറിയപ്പെടുന്ന ചെറു തോണികളുമാണ്. ഹൗസ് ബോട്ട് സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഇവ ഉപയോഗിക്കാറില്ല. ഷിക്കാര എന്നറിയപ്പെടുന്ന ചെറു തോണികളിൽ കയറി തടാകത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും. മറ്റൊരു ആകർഷണമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പുതിയതായി ശേഖരിച്ച പഴങ്ങളും പച്ചക്കറികളും പുഷ്പങ്ങളും മറ്റും ഇതിലൂടെ വിൽപ്പന നടത്തുന്നു. കാശ്മീർ തൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും വിനോദസഞ്ചാര ആകർഷണങ്ങൾക്കും വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഇവിടുത്തെ മറ്റൊരു പ്രസിദ്ധ വസ്തു ഇവിടെ നിർമ്മിക്കുന്ന ക്രിക്കറ്റ് ബാറ്റുകളാണ്. ലോകപ്രശസ്തമായ കാശ്മീരി വില്ലോ ക്രിക്കറ്റ് ബാറ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അവയുടെ ഉൽപ്പാദനം പ്രധാനമായും അനന്തനാഗ്, പുൽവാമ, സൊപ്പോറെ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. കാശ്മീരിൻ്റെ മറ്റൊരു ആകർഷണം ഷാലിമാർ ബാഗ്, നിഷാദ് ബാഗ് എന്നീ പേരുകളുള്ള മുഗൾ ഗാർഡനുകളാണ്. 16-17 നൂറ്റാണ്ടുകളിൽ മുഗൾ ചക്രവർത്തിമാരായ ബാബറും ജഹാംഗീറും ഷാജഹാനും ഔറംഗസേബും മറ്റും നിർമ്മിച്ചതാണ് ഈ മനോഹരമായ തോട്ടങ്ങൾ. എന്നാൽ വേണ്ടത്ര പരിപാലനമില്ലാതെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. കാശ്മീരി വേഷവിധാനങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്.